ഹലോ ഗായ്സ്, ഒരു ചെറിയൊരു അബ്സ്ട്രാക്റ്റ് നോക്കിയതാണ്. പക്ഷേ സക്സസ് ആയോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ബാക്ക്ഗ്രൗണ്ട് ഇത് നേരത്തെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ചെയ്തത് തന്നെയാണ്. അതിൽ ചെറുതായിട്ടൊന്ന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ മോഡൽ അബ്സ്ട്രാക്റ്റ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഊത് ഹിബ ഇതെൻ്റെ ടൂൾസ്. ഇതിൽ ഇത്രയും ടൂൾസേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെറിയ കളറൊക്കെ ഉള്ളൂ, എൻ്റെ വലുതൊന്നുമില്ല. ഓ, മുബി വരച്ചതെന്ന്. അതിനാ മുബി വരച്ചത് തന്നെ. ഇത് മുബി വരച്ച ക്യാൻവാസാണ്. അതിലാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നോക്കിയത്. ഒരു ക്യാൻവാസ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കില്ല, നമ്മളൊന്ന് പരീക്ഷിച്ചത് ഈ മോഡലിൽ. ഇതിന് ഉണങ്ങുമ്പോൾ കുറേ നേരം പിടിക്കും. കുഴപ്പമില്ല, കുറച്ച് നേരം പിടിച്ച് ഉണങ്ങിയാൽ മതി അല്ലേ മൊബൈൽ കിട്ടാ. നമ്മുടെ അബ്സ്ട്രാക്റ്റാണ്. ഊതിക്കോ, ഊത്. ഇങ്ങനെ ഊതി അബ്സ്ട്രാക്റ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കുറച്ച് മൂബിക്ക് കൂടെ ഊതാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മോഡൽ കിട്ടും. അതാണ് നമ്മുടെ പെയിൻറ്റിങ്. കൂട് ഹിബ, അത്തുപോരാ അവന് കൂട്. അവനൊന്ന് അബ്സ്ട്രാക്റ്റ് ചെയ്ത് പഠിക്കട്ടെ. ആരോഗ്യം വേണം ഊതണമെങ്കിൽ. ആരോഗ്യമുണ്ട്, ചെറിയ ആരോഗ്യമുണ്ട്. പോട്ടോ. രക്ഷയില്ല. പകുതി തട്ടല്ലേ. നമ്മുടെ അബ്സ്ട്രാക്റ്റ് ഏകദേശം കുളമായിട്ടുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സെയിം കളറായിപ്പോയി. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ ഏതെങ്കിലും വരണമായിരുന്നു. ഇത് നേരത്തെ നമ്മൾ വേറൊരു അബ്സ്ട്രാക്റ്റ് ട്രൈ ചെയ്തതാണ്. ഇതിൻ്റെ കൂടെയോ? ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നാണ് ഹിബ പറയുന്നത്. ഒന്ന് നോക്കാം. കലക്കിയാ? കുഴപ്പമില്ല. നമ്മുടെ അബ്സ്ട്രാക്റ്റ് സക്സസ് ആയ നമ്മൾ ഇതേപോലെ വലിയ ക്യാൻവാസ് റോളിൽ, ഇത് ഞാൻ വലിയ ക്യാൻവാസ് റോൾ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതിൽ നമ്മൾ വലുത് ചെയ്യും. അപ്പോൾ ചെറുതിൽ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓ, ചെയ്ത് തരാം. ഉമ്മച്ച് കട്ട് ചെയ്യുമ്പോൾ തരാം മുന്നോട്ടി. അങ്ങനെയല്ല, അത് കൊള്ളാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. അത് ബാക്ക്ഗ്രൗണ്ട് മൊത്തം വൈറ്റ് ആയിരിക്കണം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത ഇത് ക്യാൻവാസ് കുഴപ്പമില്ല. പക്ഷേ മൊത്തം ഈ സൈഡിലൊന്നും വരാതെ നടുക്ക് മാത്രം നിൽക്കുന്ന രീതിയിൽ സൈഡിൽ ഈ ബ്ലാക്ക് വെച്ച് ഒരു ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കുഴപ്പമില്ല, ഇത് കൊള്ളാം. ക്യാൻവാസ് തരാം, അമ്മച്ചി കട്ട് ചെയ്യുമ്പോൾ തരാം. കട്ട് ചെയ്തില്ല മോനോട്ടി, കട്ട് ചെയ്യുമ്പോൾ തരാം. മൊബിക്ക് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന്. മൊബി ഒരു സാധനം കാണിക്കാൻ പറ്റില്ല. കാണിച്ചു കഴിഞ്ഞാൽ അപ്പോഴ് കട്ട് ചെയ്യിപ്പിക്കും. നമുക്ക് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞാലും മൊബി കേൾക്കൂല. കുലുക്ക് കുഞ്ഞെവിടെ? കുലുക്ക് അടച്ചിട്ട് കുലുക്കിയിട്ട് ഇതിന്ന് ഏതെങ്കിലും ഒരു കളറും കൂടെ ഒന്ന് വേണ്ട. എല്ലാം കുറേ കളറായാലേ കൊളാവും. ചെവിലൂതല്ലേ മോനോട്ടി? ഒരു 2-3 കളർ കോമ്പിനേഷനാണ് ബെസ്റ്റ്. മൊബി ഊതി വെളിയിലാക്കി. എനിക്ക് കണ്ടുകൂടാ. ഓദിക്കാം, ലൈറ്റ് വിട്ട. ഇപ്പോൾ കൊള്ളാം. പക്ഷെ നടുക്ക് ഒരു ഇത് ബ്ലാങ്ക് പോലെ, നടുക്ക് എന്തെങ്കിലും ഒരു ഇതും കൂടെ. അല്ല, ഇത് ഊതി നടുക്കോട്ടാക്കിയാലും മതിയായിരുന്നു. അതല്ല മൊബി
ട്യൂബ് മുമ്പിൽ കൊടുക്കൂല. മതി മതി, കളർ തീരും. കല്ലല്ലോ, അക്രിലിക്കല്ല, ഇത് പോസ്റ്ററാണ്. പക്ഷേ പോസ്റ്ററാണെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള കളറാണ്. ഇങ്ങോട്ടാണ് ആക്കാൻ പറഞ്ഞത്, ഇങ്ങോട്ടാണ്. കുഴപ്പമില്ല, മതി. ഇനി ഈ ബ്ലാക്ക് ഒന്ന് തുറന്നാ ആദ്യം ഒന്ന് പോയി തരുമോ? എന്തായാലും കഷ്ടം കൊച്ചിൻ്റെ കാര്യം. ഇത് ഹിബ ഒന്ന് വീഡിയോ ഇട്, ഞാൻ ചെയ്യണത്. കുഴപ്പമില്ല, വച്ചോണ്ടിരിക്കും. പോയാ ഊതാനല്ല, ഞാൻ അങ്ങനെ തന്നെ ഇടാനാണ് ഒഴിച്ചത്. കുഴപ്പമില്ല. ഇപ്പം നോക്ക്, അടിപൊളി. എനിക്ക് ഇടയ്ക്ക് ഫോട്ടോയും കൂടെ എടുത്തോട്ടെ. സൂപ്പർ, അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ല അല്ലേ? ഹായ് എല്ലാവർക്കും. ഞങ്ങളുടെ അബ്സ്ട്രാക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു. പടം വരയ്ക്കണം. സിംഹോ വയലറ്റ് സിംഹം വരച്ചു. ഇത് ഞങ്ങളുടെ അബ്സ്ട്രാക്റ്റ്. അത് വരച്ചതാണ്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ വച്ചു. ഇനി ഞങ്ങൾ കുറച്ച് സിൽവർ പൗഡർ കൂടെ അതിൽ ചേർക്കുകയാണ്. പക്ഷേ ഇത് വീഡിയോയിൽ അത്ര അറിയണില്ല, ഒരു തിളക്കം അറിയണില്ല. അത് സിൽവർ പൗഡർ ബ്ലാക്കിലാണ് കൂടുതൽ എടുത്ത് കാണിക്കണത്, ബ്ലാക്കിലാക്കില്ല. പക്ഷേ ഇതിവിടെ ബ്ലാക്ക് ഒന്നും ഉണങ്ങിയില്ല. കുറച്ചെടുത്ത് വിതറിയാൽ മതി. അങ്ങനെ എത്തിപ്പോരാം, കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് വിതറിയാൽ മതി. സിൽവർ പൗഡർ ഇത് അക്രിലിക്കാണ്, അക്രിലിക്കിൻ്റെ സിൽവർ പൗഡറാണിത്. ഇത് വെള്ളത്തിൽ കുഴച്ചും തേക്കാം, അല്ലാതെയും തട്ടാം, കുഴപ്പമില്ല. ഇത്രയും മതി. ഓവറാക്കണ്ട, ഇനി ഓവറാക്കിയാൽ കൊള്ളാവും. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പച്ച വന്നത് മൊബീര കയ്യൊപ്പാണ് കേട്ടോ. മുമ്പിയാണെങ്കിൽ അക്രിലിക് കളർ നോക്കാൻ വേണ്ടി എടുത്ത് തുറന്നത്, എല്ലാം കൂടെ കമ്മന്ന്. ഇത് സിൽവർ പൊടി മതി, സൂപ്പറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അബ്സ്ട്രാക്റ്റ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, എൻ്റെ പെയിൻറ്റിങ്, ഞങ്ങളുടെ അബ്സ്ട്രാക്റ്റ്, അത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ വരച്ച ഒരു പെയിൻറ്റിങ് ഞാൻ ഇവിടെ തൂക്കി, അത് എല്ലാവരും ഒന്ന് കാണിക്കണമെന്നൊരാഗ്രഹം. താങ്ക് യു.